എഡ്യൂജേണി വിത്ത് ജെനെക്സ് ഇന്നെത്തിയിരിക്കുന്നത് മൈസൂരിലെ അടുത്തൊരു ക്യാമ്പസിലാണ്. അതെ, നമ്മുടെ മൈസൂരിലേക്ക് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്കും ഏതൊരു പേരന്റിനും അവർ ആദ്യം ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് എന്ന് വിളിക്കാം, മോസ്റ്റ് എൻക്യൂറി ചെയ്യുന്ന ഒരു ക്യാമ്പസിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. 1-2 ക്യാമ്പസ് ഉണ്ട്. അങ്ങനെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ക്യാമ്പസ് ആണ് കാവേരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ കാവേരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എല്ലാ വിശേഷങ്ങളിലേക്കും സ്വാഗതം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം, നിങ്ങൾക്ക് ഏത് ക്യാമ്പസിൽ പോയി കഴിഞ്ഞാലും സ്കോളർഷിപ്പോട് കൂടെ പഠിക്കാന്നുള്ളത് എത്ര പേർക്ക് അറിയാം? അപ്പൊ നിലവിൽ എഡ്യൂജേണി വിത്ത് ജെനെക്സ് നിരവധി ക്യാമ്പസുകൾ ട്രാവൽ ബ്ലോഗ് തന്നെ ചെയ്തിട്ടുണ്ട്. കുറെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് സ്കോളർഷിപ്പ് ഫിക്സ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മറ്റു മാനദണ്ഡങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ചുവടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. തിരിച്ച് നമുക്ക് വീഡിയോയിലേക്ക്. കാവേരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മൈസൂരിൽ ഔട്ടർ റിംഗ് റോഡിലാണ് ഈ ഒരു ക്യാമ്പസ് വരുന്നത്. അതായത് ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ നിന്നും അല്ലെങ്കിൽ നാട്ടിൽ നിന്നും ഒക്കെ വരുമ്പോൾ കൂടുതലും സിറ്റിക്ക് അകത്ത് കയറാണ്ട് ഔട്ടർ റിംഗ് റോഡിലൂടെയാണ് പോകുന്നത്. സോ ഔട്ടർ റിംഗ് റോഡിൽ നിന്നും ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ ടു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും മാതാപിതാക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കുട്ടികളെ വന്ന് കാണാൻ പറ്റുന്ന തരത്തിലൊരു ലൊക്കേഷനിലാണ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ കാവേരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ വിചാരിക്കും BSc നഴ്സിംഗ് മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, ഇവിടെ ആക്ച്വലി എഞ്ചിനീയറിംഗ് ഉണ്ട്, മാനേജ്മെന്റ് സ്റ്റഡീസ് ഉണ്ട്, ആയുർവേദം ഉണ്ട്, അതേപോലെ തന്നെ അലൈഡ് ഹെൽത്ത് സയൻസും, പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നഴ്സിംഗ്. നിലവിൽ ക്യാമ്പസിൽ ആക്ച്വലി 3 ഡിഫറെന്റ് ബ്ലോക്കുകളാണുള്ളത്. അതായത് നിങ്ങൾക്ക് ഒരു മെയിൻ ബ്ലോക്ക് കാണാം, അക്കാഡമിക് ബ്ലോക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലോക്ക് കാണാനായിട്ട് പറ്റുന്നത് അതൊരു ആയുർവേദിക് ഹോസ്പിറ്റലാണ്. സോ നിലവിൽ ആക്ച്വലി കൺസൾട്ട് ചെയ്യാനായിട്ടും രോഗികൾ ഒരുപാട് പേര് വരുന്നുണ്ട്. ആയുർവേദം പഠിക്കുന്ന സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരു ഓൺ ഹോസ്പിറ്റലായിട്ട് നമുക്ക് ഇവിടെ അകത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി അത് കൂടാണ്ട് 3ാമതൊരു ബ്ലോക്കും കൂടെ ഉണ്ട്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ആ ബ്ലോക്കിലാണ് അലൈഡ് ഹെൽത്ത് സയൻസിന്റെ കോഴ്സസും വരുന്നത്. Kaveri College of Nursing is one of the premier institution in Karnataka, which has one parent hospital with 200-bedded Kaveri Art and Multi-Specialty Hospital, and our institution has 21 years of experience where we have basic BSc nursing course, post basic BSc nursing course, and GNM course, and the MSc courses, and the MSc NPCC course. One of the main thing about the Kaveri College of the Nursing, we have a direct recruitment to the NHS. We have a tie-up with the NHS and MOU with the NHS UK. Our students work all over the world in the abroad countries, and we train them for IELTS as well as OET training. Our institution passing percentage is the highest passing percentage in Karnataka with many distinctions and first classes in the final year examination and from the first semester to the final year examinations. നമ്മുടെ മെയിൻ ബ്ലോക്കിന്റെ ഞാൻ ആദ്യം കാണിച്ചില്ലേ, ആ മെയിൻ ബ്ലോക്കിലേക്ക് നമ്മൾ കയറാനായിട്ട് പോവുകയാണ്. മെയിൻ ബ്ലോക്കിൽ BSc നഴ്സിംഗ് എന്ന് ആദ്യം പറഞ്ഞിരുന്നു. BSc നഴ്സിംഗ് ആണ് ഇവിടുത്തെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സും വരുന്നത്. എന്നാൽ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാം, എഞ്ചിനീയറിംഗ് ഇവിടെ ഉണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഏതാണ്? കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രീംസ് ആണ് ഇവിടെ വരുന്നത്. CSE വരുന്നുണ്ട്, സൈബർ സെക്യൂരിറ്റിയിൽ, ഡേറ്റാ സയൻസിൽ, AIML, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. സോ ഇതിലൊക്കെയാണ് ആക്ച്വലി ഒരു ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് BE. ഈ അക്കാഡമിക് ബ്ലോക്കിൽ നിങ്ങൾക്ക് ഫാർമസിയുടെ കോഴ്സസ് ഉണ്ട്, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ്, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗിന്റെ കോഴ്സസ്, മാനേജ്മെന്റ് കോഴ്സസ്, PSc നഴ്സിംഗിന്റെ കോഴ്സസ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് കാവേരിയിലെ BSc നഴ്സിംഗ്. അപ്പോൾ BSc നഴ്സിംഗിലേക്ക് കുറിച്ച് കൂടുതലായിട്ടുള്ളത്, അതായത് വെൽ എക്യുപ്ഡ് ലാബ്സിനെ കുറിച്ചും അവരുടെ ഓൺ ഹോസ്പിറ്റലുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. എങ്കിലും നമുക്ക് ഈ ഒരു ബ്ലോക്കിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം കാണാം. ഈ ഒരു ബ്ലോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഫാർമസിയുടെ ലാബ്സ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. വായോ. എല്ലാ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻസോടും കൂടെ പ്രവർത്തിക്കുന്ന 40+ കോഴ്സസ് ആണ് ഈ ഒരു ക്യാമ്പസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹെൽത്ത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സസ് വന്നിട്ട് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, കർണാടകയിലെ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അതെ, വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇൻ കർണാടക. അതിന്റെ കീഴിലായിട്ട് രാജീവ് ഗാന്ധിയുടെ കീഴിലാണ് വരുന്നത്. പിന്നെ ഡിഗ്രി കോഴ്സസ് വരുമ്പോഴത്തേക്ക് മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ തന്നെ ഡിഫറെന്റ് സ്ട്രീംസിലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. അത് വന്നിട്ട് BTU, വിശ്വേശ്വരയ്യ
വിശ്വേശ്വര ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിട്ടാണ് അതൊക്കെയും പ്രവർത്തിക്കുന്നത്. സോ നമ്മൾ ഒരു ക്യാമ്പസിൻ്റെ അഫിലിയേഷൻസും അതേപോലെ തന്നെ അംഗീകാരങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവിധമായിട്ടുള്ള അംഗീകാരങ്ങളോടുകൂടിയും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട, കാവേരിക്ക് ആ ഒരു പേര് തന്നെ ഉണ്ട്. BSc നഴ്സിംഗ് പഠിക്കുന്ന കുറച്ച് കുട്ടികൾ കാവേരിയിലെ. നിങ്ങൾ ഏത് ഇയറാ? സെക്കൻഡ് ഇയേഴ്സ്. എന്താ പേര്? നാട്ടിലെവിടെയാ? ഓ, 3 പേര് വയനാട്ടുകാരാ. പേര്? നിങ്ങൾ ഇങ്ങോട്ട് കാവേരിയിലേക്ക് ആക്ച്വലി വരാനുള്ള റീസൺ തൊട്ടടുത്തായതുകൊണ്ടാണോ അതോ അതായിരുന്നു ഒരു റീസൺ? നിങ്ങളുടെ പേരൻസ് ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് എനിക്ക് 2 മണിക്കൂർ മതിയോ നിങ്ങൾക്ക് യാത്ര ചെയ്ത് പോകാൻ? 3 മണിക്കൂർ കൊണ്ട് മൈസൂരിൽ നിന്ന് വീട്ടിൽ ചെല്ലാം. അതൊരു റീസൺ ആയിരുന്നോ നിങ്ങൾക്ക് ഈ കാവേരി ചൂസ് ചെയ്യാനായിട്ട്? അതുകൊണ്ടാണ് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് നോക്കി, നിങ്ങൾ വേറെ എങ്ങും നോക്കിയില്ല അല്ലെ? നിങ്ങൾക്ക് പോസ്റ്റിംഗ് തുടങ്ങാറായോ? പോസ്റ്റിംഗ് ഉണ്ട് നിങ്ങളുടെ ഓൺ ഹോസ്പിറ്റലിൽ തന്നെ? കാവേരി ഹോസ്പിറ്റലിൽ തന്നെ. എവിടെ? ഇവിടുന്ന് ബസ്സിൽ കൊണ്ടുപോയി? ബസ്സിന് കൊണ്ടുപോകും. ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഇവരെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകും. 2 years നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ബാക്കിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇവിടുന്ന് ഗെയിൻ ചെയ്ത ഒരു കാര്യം എന്താ? അതായത് ഞങ്ങൾക്ക് ഇത് കിട്ടി എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? കാര്യങ്ങൾ പഠിച്ച് കുറെ ക്ലിനിക്കൽ പോസ്റ്റിംഗിന്റെ കുറെ കാര്യങ്ങൾ പ്രാക്ടിക്കൽസ് അങ്ങനെ എല്ലാം പഠിക്കും. ഓക്കെ, ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഓൺ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കുറെ കേസസ് ഒക്കെ ഉണ്ടോ അവിടെ? കേസസ് ഒക്കെ ഉണ്ടല്ലേ? എന്താ കിട്ടി? ആ, പിന്നെ ഹോസ്പിറ്റലാണെങ്കിലും പോസ്റ്റിംഗ് ഒക്കെ നല്ലതായിട്ട് പഠിക്കാം. അതിനകത്തൊക്കെ ഹാപ്പി ആണല്ലേ? നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ആക്ച്വലി അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസിന്റെ ബ്ലോക്കാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന കോഴ്സസ് നമ്മൾ ഏതാണെന്ന് നമ്മൾ ഇപ്പം തന്നെ പറയാം. അത് കൂടാണ്ട് ഇവിടെ നമ്മൾ ആദ്യം തന്നെ എൻട്രി ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ സെൻട്രൽ ലൈബ്രറി, ക്യാമ്പസിന്റെ വലിയൊരു ലൈബ്രറി കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വളരെ നന്നായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു അനാട്ടമി ലാബാണ് ആദ്യം കാണുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിൽ ഒരു പുതിയ രീതിയിൽ ചെറിയൊരു നടുമുറ്റമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഈ ഒരു സ്പേസ് ഇവർ ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മറക്കണ്ട, അലൈറ്റ് ഹെൽത്ത് സയൻസിന്റെ നിരവധി കോഴ്സസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഇവിടുത്തെ ഒരു എടുത്ത് പറയേണ്ടതായിട്ടുള്ള കോഴ്സസ് എന്ന് പറയുന്നത് ATOT, അതേപോലെ തന്നെ RCT, CCT, BOT, ഈ MIT, റേഡിയോളജി, ഇതെല്ലാമാണ് കൂടുതലും ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇതിലെല്ലാം മലയാളികളുടെ എണ്ണം വളരെ അധികമാണ്. എന്താ പേര്? നജാസ്. എവിടെയാ? നാട്ടിലെവിടെയാ? കോഴിക്കോട്. വയനാട്ടിൽ. മാനന്തവാടി. അടിപൊളി. ഏതാ കോഴ്സ്? RDT അലൈഡ് അല്ലേ? സെക്കൻഡ് ഇയേഴ്സാ? സെക്കൻഡ് ഇയേഴ്സ്. എങ്ങനെയുണ്ട് മൊത്തത്തില് കാവേരി മൈസൂരും ഒക്കെ എങ്ങനെയുണ്ട്? നേരത്തെ മൈസൂരിന്റെ എന്തെങ്കിലും വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടോ? എവിടെയോ കണ്ടു പരിചയം പോലെ. ഓക്കെ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? അടിപൊളിയായിട്ട് വന്നു. എടാ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ സ്ഥലത്ത് മൈസൂരിലെ അല്ലെങ്കിൽ കോളേജിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചാൽ എന്താ പറയുന്നത്? നൈറ്റ് ലൈഫ് അത്യാവശ്യം നല്ല. നിങ്ങൾ എങ്ങനെ ഹോസ്റ്റലാണോ അതോ പുറത്ത് റൂം എടുത്ത് താമസിക്കുക അല്ലേ? അപ്പൊ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. നിങ്ങൾ ഏതാ കോഴ്സ്? 3 പേര് MLT. എന്താ പേരെന്താ? റിനു. നാട്ടിലെവിടെയാ? വയനാടും കോഴിക്കോടും ആണോ കൂടുതലും? നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ആണെന്ന് തോന്നുന്നല്ലേ? എങ്ങനെയുണ്ട് മൊത്തത്തില്? അടിപൊളി. നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെയാണോ നിങ്ങളുടെ പോസ്റ്റിംഗ്സ് ഒക്കെ വരുന്നത് അതോ ഇവിടെ തന്നെയാ അല്ലേ? ഓക്കെ. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് പോസ്റ്റിംഗ്സ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടോ? നെക്സ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് സെം ആണോ അതോ ഇയർ വൈസ് തന്നെയാണ് അലൈഡ് അല്ലേ? പിന്നെ എന്താണ് നിന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു? ഫാക്കൽറ്റീസ് അടിപൊളിയാണ്. എങ്ങനെ ഫാക്കൽറ്റി സ്റ്റുഡൻസ് റിലേഷൻഷിപ്പ് ഒക്കെ നൈസാണ്. എന്തുണ്ടെങ്കിലും പെട്ടെന്ന് പറഞ്ഞു തരും. പിന്നെ ലാബ് ആണെങ്കിലും MLT കാര്യം ഇവിടുത്തെ മൈക്രോ ലാബ്, പാത്തോ ലാബ്, ബയോ ലാബ് ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഇവിടെ തന്നെ ചെയ്യാം. എല്ലാവരും ഫ്രണ്ട്ലിയാണ്. എല്ലാവരും മൊത്തത്തിൽ നന്നായി അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ. അപ്പൊ ഇനി എന്താണ് ലഞ്ച് ടൈം അല്ലേ? ഭക്ഷണം കഴിച്ചോ? നോമ്പാണ്. ഓക്കെ. അപ്പൊ നോമ്പൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ വിശേഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല. കാവേരിയിലെ കുട്ടികളും അതേപോലെ കാവേരിയിലെ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ നേരെ ബാക്കിൽ കാണുന്നത്, അതായത് ആദ്യം നമ്മൾ കണ്ട ബ്ലോക്കിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. അവിടെയാണ് ഇവരുടെ ഒരു ഓപ്പൺ കഫറ്റേരിയ കാണാനായിട്ട് സാധിക്കും. ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബൊക്കെ കിട്ടുന്ന, എനിക്ക് അടിപൊളി വൈറ്റ് കളർ തീമൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഇവരുടെ ഒരു ഈറ്ററി പ്ലേസ് ആണ്. അക്കാഡമിക് ബ്ലോക്കിനോട് തൊട്ട് ചേർന്നായതുകൊണ്ട് കുട്ടികൾക്ക് ബ്രേക്ക് ടൈമിൽ വന്നാൽ പോലും എനിക്ക് തോന്നുന്നു അധികം സമയം ചെലവഴിക്കാണ്ട് ഒരുപാട് സമയം ബുദ്ധിമുട്ടാണ്ട് അവർക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ കാവേരിയിലെ അലൈഡ് ഹെൽത്ത് സയൻസിലെ കുറച്ച് കുട്ടികളുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. എന്താ പേര്?
ദേവനന്ദ. എവിടെ നാട്ടിലെവിടെയാ? ആ നാട്ടില് ഏതാ നിങ്ങൾ കോഴ്സ് ഏതാ? RDT. RCT. പേരെന്താ? നാട്ടിലെവിടെയാ? തിരുവനന്തപുരത്ത്. കോഴ്സ് വന്നിട്ട് അനസ്തേഷ്യ ATOT അല്ലേ? ഓക്കെ. ബേസിൽ. ആ എവിടെയാ നാട്ടില്? എറണാകുളം. അടിപൊളിയാണല്ലോ. ഓക്കെ. എന്താ കോഴ്സ് ഏതാ? എമർജൻസി മെഡിസിൻ. പേരെന്താ? നാട്ടിലെവിടെയാ? മലപ്പുറം. ഫുട്ബോൾ കളിക്കാരനാണോ? ഏതാ കോഴ്സ് ഏതാ? MIT റേഡിയോളജി അല്ലേ? എൻ്റെ ഒരു ബേസിൽ പേരുണ്ടോ, ഞാൻ വയനാട്ടിൽ നിന്നാണ്. ATOT ആണ് കോഴ്സ്. അപ്പൊ നിങ്ങൾ ഏത് ഇയറാ ബേസിക്കലി കറന്റ്? എല്ലാവരും സെക്കൻഡ് ഇയേഴ്സാ? എല്ലാ കോഴ്സുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളരെ പരിചരിതരല്ലേ? അങ്ങോട്ട് അറിയാലോ. ഓക്കെ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ 2 വർഷം കൂടെ പഠിച്ചവരല്ലേ? എനിക്ക് നിങ്ങൾ ആക്ച്വലി ഓരോരുത്തരും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ്, അതിപ്പോ മേ ബി ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് പറയാം, അതല്ല ഹോസ്റ്റൽ ലൈഫ് ആണെങ്കിൽ അത് അല്ല, ഫുഡ് അല്ലെങ്കിൽ ഇനി ഹോസ്പിറ്റലോ അതിനി ഒന്നും അല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ മൈസൂരിൽ എന്താ പരിപാടി എന്നുള്ളതെങ്കിലും നമ്മൾക്ക് കാണുന്നവർക്കൊന്നും അറിയത്തില്ല ബേസിക്കലി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും. ഇവിടെ വന്നിട്ട് ഫേവറേറ്റ് മൊമെന്റ്സ് പറഞ്ഞാൽ ഫ്രണ്ട്സിന്റെ ഒപ്പം ട്രിപ്പ് പോവാ, മൈസൂറൊക്കെ ചുറ്റി കറങ്ങുക, അതൊക്കെയാണ്. എവിടെയാ ട്രിപ്പ് പോകുന്നത്? എവിടെയാ? ചാമുണ്ടി ഉണ്ട്. നമുക്ക് നൈറ്റ് നല്ല ഈവനിങ് ഒക്കെ അടിപൊളിയായിരിക്കും അല്ലേ? നല്ല വൈബാണ്. എന്താ പറ, ഒരു മൊത്തത്തിൽ അടിപൊളിയാണ്. ഓക്കെ. ആ മൈസൂർ സെറ്റാണ്. നാട്ടിലൊക്കെ എങ്ങനെയാ പോകുന്നത്? എറണാകുളത്തേക്ക് ബസ്സിലാണോ അതോ ഇവിടുന്ന് മൈസൂരിൽ നിന്ന് ബസ് ഡയറക്റ്റ് എടുക്കും അല്ലേ? കോളേജ് ആണെങ്കിലും ഹോസ്റ്റൽ ആണെങ്കിലും മൈസൂർ ആണെങ്കിലും എല്ലാം ഓക്കെയാണ്. ആ എന്നാലും ഒരു ഫേവറേറ്റ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം പറ. ഹോസ്റ്റലില് ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഔട്ടിങ്സ് ആണെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതൊക്കെ. എങ്ങനെയാ നിങ്ങൾക്ക് ഔട്ടിംഗ് ഒക്കെ എങ്ങനെയാ? വീക്ക്ലിയാ? അല്ല, മന്ത്ലി ട്വൈസ് ഉണ്ടാവും. മന്ത്ലി ട്വൈസ് 2 സൺഡേസ് ഉണ്ടാവും. അപ്പോ അത് ഏത് സൺഡേ ആണോ നമ്മുടെ കൺവീനിയൻസ് വെച്ചിട്ട് അവരിങ്ങനെ 2 സൺഡേസ് ഔട്ടിംഗ് തരും. 4 hours ഉണ്ടാവും. മേ ബി 10 to 2 അല്ലെങ്കിൽ 9 to 1 ആ ഒരു ടൈമിങ്സിലായിരിക്കും. ഓക്കെ, അടിപൊളി. ശരി, എന്താണ് പറഞ്ഞു? പുറത്ത് പോകുന്ന ടൈമാണ് കുറച്ച് പ്രശ്നം. ഔട്ടിങ് തന്നെയാണ് ഇഷ്ടം. ഇനി ഞാൻ അന്നേരം നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ കോളേജിൽ ഈ എന്താ ഫെസ്റ്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ നടക്കാറുണ്ട്? എന്താ കൾച്ചറൽ പരിപാടി ഉണ്ട്? എന്താ ഒരു പരിപാടിയെ കുറിച്ച് ഒന്ന് പറയാം. MHR. ഓക്കെ. MHRന്റെ പരിപാടി നടന്ന അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു മൈസൂരിലുള്ള ക്യാമ്പസിൽ വെച്ചിട്ട് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് നിങ്ങളുടെ വേറെ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ മൊത്തത്തില് അടിപൊളിയായിട്ട് തന്നെ പോകുന്നു. നാട്ടിലെവിടെയാ? ഞാൻ നാട്ടില് കണ്ണൂര്. ഇരിട്ടി. ഞാൻ നാട്ടില് കോഴിക്കോട്. കുറ്റ്യാടി. ഞാൻ നീലഗിരി എരുമാട്. നീലഗിരി. കോഴിക്കോട്. വയനാട് സുൽത്താൻ ബത്തേരി. നിങ്ങൾ ഏതാ കോഴ്സ്? GNM കോഴ്സ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ? അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പൊ ഏത് ഇയറാ നിങ്ങള്? ഫസ്റ്റ് ഇയർ. ഫുഡ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ കിട്ടുന്ന ഫുഡ് ഏതെങ്കിലും ഒരെണ്ണം പറയാൻ? ബാത്ത് റൈസ്. ബ്രേക്ക്ഫാസ്റ്റിനാണ്? ശനിയാഴ്ച രാവിലെ. ഓക്കെ, അതാണ് ഏറ്റവും ഇഷ്ടം. എല്ലാവർക്കും ഒരു തർക്കവും ഇല്ല. ഓക്കെ, അടിപൊളി. അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പരിചയപ്പെടാൻ സന്തോഷം. അപ്പൊ നമ്മൾ കാവേരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് അല്ലേ? അപ്പൊ ക്യാമ്പസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അപ്പൊ അതിനുശേഷം അവരുടെ ഹോസ്റ്റല് ജസ്റ്റ് അടുത്ത് തന്നെയാണ്. അതായത് ഞാൻ വോക്കബിൾ ഡിസ്റ്റൻസ് എന്ന് പറയാം, പക്ഷേ അവരുടെ കോളേജ് ബസ്സിൽ തന്നെയാണ് കൊണ്ടുവിടുന്നത്. സോ ഇവിടെ നമ്മൾ ഗേൾസ് ഹോസ്റ്റലിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവരോട് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാണ്. നല്ല തരത്തിലുള്ളൊരു ഹോസ്റ്റൽ റൂമും അതേപോലെ തന്നെ പ്രോപ്പർ കേരള ഫുഡ്, എക്സാക്ട്ലി 100% കേരള ഫുഡ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ ഭക്ഷണം കൊടുക്കുന്നു. കുട്ടികളെല്ലാം സന്തോഷത്തോടുകൂടെ ഭക്ഷണം കഴിക്കുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഹോസ്റ്റൽ കോളേജിൻ്റെ അടുത്താണെങ്കിൽ പോലും കുട്ടികൾക്ക് ആ ഒരു പ്രോപ്പർ കെയറും കാര്യങ്ങളും ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉച്ചക്കത്തെ ഭക്ഷണം ഇവിടെ നിന്നും, അതായത് മെയിൻ കിച്ചണിൽ നിന്നും ഇവരുടെ ക്യാമ്പസിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് കുട്ടികളെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന സമയം കളയാണ്ട് കുട്ടികൾക്ക് അവിടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും ഒന്നും ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ടില്ല. ഹോസ്റ്റലിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഹോസ്റ്റൽ ലൈഫ്? സ്ട്രിക്റ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് തരുന്ന ഫ്രീഡം ഫുഡാണെങ്കിലും കേരള ഫുഡ്, പ്രോപ്പർ കേരള ഫുഡ് തന്നെ. പിന്നെ പ്രോപ്പർ ടൈമിൽ ഫുഡൊക്കെ വരും. ഫോണൊക്കെ യൂസ് ചെയ്യാം. അതിനകത്തൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നും അങ്ങനെയൊന്നും ഇല്ലല്ലേ? അപ്പം ഹോസ്റ്റലും ഹോസ്പിറ്റൽ കോളേജ് എല്ലാ ട്രാൻസ്പോർട്ടേഷനും അവർ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് വേറെ വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹോസ്റ്റൽ അടിപൊളിയായിട്ട്. നാട്ടിലെവിടെയാ? എറണാകുളം. വയനാട്. കണ്ണൂര്. വയനാട്. നിങ്ങൾ ഏതാ കോഴ്സ് ഏതാ? BHMC, ബാച്ചിലർ ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലേ? ഡിഗ്രി കോഴ്സ് ആയിട്ടല്ലേ ഇത് വരുന്നത്? 3 year കോഴ്സ് അല്ലേ? ഓക്കെ. നിങ്ങൾ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നുള്ള ഒരു കോഴ്സ് എടുത്തത് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് സാധാരണ ആൾക്കാരെല്ലാം ചിന്തിക്കുന്നത് മെഡിക്കൽ മാത്രം പഠിച്ചിട്ട് കയറാന്നുള്ളതാണ്. അപ്പം മെഡിക്കൽ പഠിക്കാണ്ടെയും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ കയറാന്നുള്ള ഒരു ഇതുകൊണ്ടാണോ? അതെന്തായിരുന്നു? മെഡിക്കൽ ഫീൽഡ് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ മാനേജ്മെന്റ് ആയിട്ടുള്ള വർക്ക്സ് മാത്രമേ അതിൽ വരുമ്പോൾ
ആ ഒരു ഇൻട്രസ്റ്റിലാണ് കയറി. മാനേജ്മെന്റ് ഫീൽഡ് ഇഷ്ടമായതുകൊണ്ടാണ് ഇതെടുത്തത്. മാനേജ്മെന്റ് ഫീൽഡ് ഇഷ്ടമായിരുന്നു. സെയിം അതല്ലേ. സെയിം യാ ഓക്കെ. അപ്പൊ നിങ്ങൾ ഇവർക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ BHMC പഠിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലുള്ള ഡിഫറെന്റ് കോഴ്സസ്, ബേബി നേഴ്സിംഗ് ആകാം, അല്ലെ അലൈഡ് ഹെൽത്ത് ആകാം, അതെല്ലാം പഠിച്ചുകൊണ്ട് ഇനി അതല്ലാണ്ട് ഇത് കണ്ട് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതിനോട് വലിയ താല്പര്യം ഇല്ലാത്തവർക്ക് പോലും മാനേജ്മെന്റ് കോഴ്സ് ഫോക്കസ് ചെയ്ത് അതിനകത്ത് തന്നെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അവസാനമായിട്ട് നമ്മളുടെ കാവേരിയുടെ ഓൺ ഹോസ്പിറ്റലായിട്ടുള്ള കാവേരി ഹാർട്ട് ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് വന്നിരിക്കുന്നത്. 24/7 എമർജൻസിയും അതുപോലെ തന്നെ എല്ലാവിധമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം അടങ്ങുന്ന ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. സോ നമ്മുടെ കാവേരിയിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും അലൈഡ് ഹെൽത്ത് സയൻസ് ആയിക്കോട്ടെ, BSc നഴ്സിംഗ് ആയിക്കോട്ടെ, GNM ആയിക്കോട്ടെ, അവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യുകയും അവരുടെ പോസ്റ്റിംഗ്സും കാര്യങ്ങളും നടക്കുന്നത് ഈ ഒരു ഓൺ ക്യാമ്പസിൽ തന്നെയാണ്. ഇവരുടെ ക്യാമ്പസിൽ നിന്നും ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. സിറ്റിയിലേക്ക് കയറുന്ന ഒരു സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്, ആ റോഡിലാണ് നിൽക്കുന്നത്. ക്യാമ്പസിന്റെ വാഹനത്തിൽ തന്നെ കൊണ്ടുവരികയും പോസ്റ്റിംഗ്സിനൊക്കെ ആയിട്ടുള്ള ടൈമിംഗ് എല്ലാം കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും കാവേരി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ക്യാമ്പസസ് ഇൻ മൈസൂർ എന്ന് വീണ്ടും വിളിക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം തന്നെയാണ്. അതേപോലെ തന്നെ കേരളത്തിലെ പേരൻസിനും അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയാണ് കാവേരി. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു കാവേരിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിഞ്ഞെന്ന് മനസ്സിലാക്കുന്നു. ഇനി എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുള്ള കണ്ടന്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അത് മാത്രമല്ല ഇവിടേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട്, അതും പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്കോളർഷിപ്പോട് കൂടി അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ ബന്ധപ്പെടാം. നമ്മൾ ഇത്രയും ക്യാമ്പസുകൾ യാത്ര ചെയ്ത് കഴിഞ്ഞു. 50-ലധികം ക്യാമ്പസുകളാണ് വിസിറ്റ് ചെയ്തത്. സോ ഈ ക്യാമ്പസുകളെല്ലാം വിസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണവും അതുപോലെ അതിൻ്റെ പോരായ്മകളെ കുറിച്ചൊക്കെയും വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പഠിക്കാനും സാധിക്കുന്നുണ്ട്. നമുക്കും അതൊരു ഗുണമായിട്ട് വരുന്നു. അപ്പം നമ്മളും നിങ്ങളെ അഡ്മിഷൻ്റെ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇനി മുന്നോട്ടുണ്ട്. ഇത്രയും നാൾ നമ്മൾ വീഡിയോസ് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇനി നിങ്ങളെ അഡ്മിഷൻ്റെ കാര്യങ്ങളിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഉറപ്പായിട്ടും നമുക്ക് വീണ്ടും കാണാം. മൈസൂരിൻ്റെ പല ഭാഗങ്ങളിലും പല ക്യാമ്പസുകളിലും എസ്തപ്പാൻ എഡ്യു ജേർണി വിത്ത് ജേണക്സിനോടൊപ്പം ഉണ്ടാകും.